ശിശുപാൽജി എന്ന കാര്യത്തിൽ ശിശുപാൽജിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് മറ്റുള്ള മറ്റു ആളുകളെക്കാളും എന്നോട് ഒരു അമിതമായിട്ടുള്ള വാത്സല്യം, വിശേഷമായിട്ടുള്ള വാത്സല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയ പ്രായത്തിലാണ് മഠത്തിലെത്തിയത്. വിദ്യാർത്ഥിസ്ഥാനായിരിക്കുമ്പോഴാണ് വന്നത്. വിദ്യാർത്ഥിസ്ഥാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ശിശുപാൽജിക്ക് അറിയാം. അതായിരിക്കാം ഒരുപക്ഷെ എന്നോടുള്ള ഈ ശിശുപാൽജി ഒന്നട വിട്ട് മഠത്തിൽ വരും. രാത്രി അവിടുത്തെ കാറിലാണ് ഇങ്ങോട്ടേക്ക് ആക്കുക. ഞാനായിരിക്കും ചോറിന് കൂടെ ശിശുപാൽജിയുടെ വീട്ടിലാണ്. നിരവധി കാര്യങ്ങൾ സംസാരിക്കും. ഞാനുമായിട്ട് പ്രകടമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളോ ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളോ ഒന്നും അല്ലായിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാനും എനിക്ക് തോന്നിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും. പാർവതിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അങ്ങനെ എപ്പോഴും മുന്നിൽ പറഞ്ഞും കേട്ടും ഒക്കെ ഉള്ള ഒരു അനുഭവം ശിശുപാൽജിയുമായിട്ട് ഇരിക്കുന്നു. പൊതുവേദികളുടെ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ശിശുപാൽജിയോടൊപ്പം പങ്കെടുക്കുന്നത്. അതൊക്കെ തന്നെ സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജി പലപ്പോഴും ശിശുപാൽജി സംസാരിക്കാനുണ്ടാവും. സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സംസാരിക്കും. അങ്ങനെയായിരുന്നു. ഞാൻ സ്വതവേ ഇപ്പോഴും കുറേ കാലമായിട്ട് പൊതുരംഗത്തൊന്നും പരിപാടികളിൽ പങ്കെടുക്കാറില്ല. സംഘടനാ പരിപാടികളൊന്നും പങ്കെടുക്കാറില്ല. ശിശുപാൽജിയുടെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ മാറിക്കാറുമില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പ്രാവശ്യം വിളിച്ച് ഞാൻ പങ്കെടുക്കും. വലിയ മനസ്സിൽ തൃപ്തിയുള്ള ഒരു കാര്യക്രമം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടിയെ സത്യത്തിൽ എന്നെപ്പോലെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നും നിലയോഷിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ സ്മരണകളിൽ മാത്രമാണ്. ഇപ്പോഴുള്ള പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള പല കാര്യങ്ങളും മനസ്സുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അതേ ആശയത്തെ നൽകാൻ വേണ്ടിയിട്ട് ഊർജ്ജം നൽകുന്നത് ഇവിടേക്ക് സ്മരണകളാണ്. സന്ധിയില്ലാത്ത സമരം, സന്ധിയില്ലാത്ത നിലപാട്, മുഖത്ത് നോക്കി പറയുന്ന നേരിന്റെ വഴി, ഇതാണ് ഒരാളോടും മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല, തലയോടുന്നില്ല, ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്നത്. ഇതേ വഴി തന്നെയാണ് പറ്റാവുന്നിടത്തോളം ഞാനും എന്നെപ്പോലെയുള്ള ആളുകൾ നോക്കി അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശിശുപാൽജിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാലഘട്ടത്തിൽ ആ പ്രയാസങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. എല്ലാ കാര്യകർത്താക്കളും മാതൃകയാക്കാൻ വേണ്ടി പറ്റിയൊരു കാര്യകർത്താവ് ഇന്നത്തെ സംവിധാനങ്ങൾക്ക് തിരുത്തണമെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു കാര്യകർത്താവ് അത് ശിശുപാൽജിയാണ്. അത് മാത്രമാണ് എനിക്ക് രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഇവര് 4 വാക്കുകൾ ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെട്ടേണ്ടതാണ് എല്ലാവർക്കും. ശിശുപാൽജിയുടെ